ഈ CJPയുടെ പ്രതിഷേധ സമരത്തിൽ പങ്കെടുക്കാനുള്ള ക്ഷണം അത് യൂത്ത് കോൺഗ്രസ് നിരസിച്ചു എന്നുള്ളതാണ്. യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ ഉദയ് ഭാനു ചിബും ഈ പാറ്റ പ്രതിനിധികൾ ഇന്നലെ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു. അതിന്റെ വിശദാംശങ്ങൾ കൂടി നോക്കാം. ബി ബാലഗോപാലാണ് വിവരങ്ങളുമായി ചേർന്നത്. ബാലു, ഗുഡ് മോർണിംഗ്. അപ്പോൾ പ്രതിഷേധം എന്തായാലും ഉണ്ടാകുമെന്ന് അറിയുന്നു. പോലീസ് അനുമതി നൽകുന്ന കാര്യത്തിലേക്കൊക്കെ ഏറെക്കുറെ തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം CPI ഒക്കെ പറഞ്ഞത് കേട്ടതാണ്, അങ്ങനെ പല രാഷ്ട്രീയ പ്രതിനിധികളും ഒരുപക്ഷെ നേരിട്ട് തന്നെ എത്തിയേക്കും. യൂത്ത് കോൺഗ്രസ് ഈ ക്ഷണം നിരസിക്കുന്നു എന്നുള്ളതാണ്. എന്താണ് ഈ CJPയുടെ പ്രതിനിധികൾ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്? ഗുഡ് മോർണിംഗ് പൂജ. ഇന്നലെ വൈകിട്ടാണ് യൂത്ത് കോൺഗ്രസിനെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചത്. അതായത് ഇന്നലെ വൈകിട്ട് യൂത്ത് കോൺഗ്രസിന്റെ ആസ്ഥാനത്തെത്തിയ CJPയുടെ ഒരു ഉന്നത പ്രതിനിധി യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ ഉദയ് ഭാനു ചിബുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ചയിലാണ് ഇന്ന് ജന്തർ മന്ദറിൽ നടക്കുന്ന പ്രതിഷേധ സമരത്തിൽ പങ്കെടുക്കണമെന്ന അഭ്യർത്ഥന മുന്നോട്ട് വെച്ചത്. പക്ഷേ ഈ അഭ്യർത്ഥന നിരസിച്ചു എന്നാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് വൃത്തങ്ങൾ നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം ഈ CJPക്ക് പിന്നിൽ ചില രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ട് എന്ന സംശയം ആദ്യം മുതൽ തന്നെ യൂത്ത് കോൺഗ്രസിനുണ്ട്. കാരണം പെട്ടെന്ന് ഇവർക്ക് കിട്ടുന്ന ഈ പിന്തുണ അതെല്ലാം ഒരു സംഘടിതമായ ശക്തികൾ ഇതിന്റെ പിന്നിലുണ്ട് എന്നാണ് യൂത്ത് കോൺഗ്രസ് വിലയിരുത്തുന്നത്. ഈ സാഹചര്യത്തിൽ ഈ സമരവുമായി തങ്ങൾ നിലവിൽ സഹകരിക്കുന്നില്ല എന്നാണ് യൂത്ത് കോൺഗ്രസ് വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ അങ്ങനെ പറയുമ്പോൾ പോലും ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുള്ള നീറ്റ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ യൂത്ത് കോൺഗ്രസ് നടത്തുന്ന പ്രതിഷേധ സമരങ്ങൾ തുടരുന്നതായിരിക്കും. അതിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഉണ്ടാകുന്നതല്ല. പക്ഷേ CJPയുമായി വേദി പങ്കിടാൻ യൂത്ത് കോൺഗ്രസ് നിലവിൽ തയ്യാറല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ പറയുമ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പിന്തുണ ഇല്ല എങ്കിൽ കൂടിയും, അല്ലെങ്കിൽ അവർ പങ്കെടുക്കില്ല എങ്കിൽ കൂടിയും, ആം ആദ്മി പാർട്ടി ഈ സമരത്തിൽ സജീവമായി പങ്കെടുക്കുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. പഞ്ചാബിൽ നിന്ന് ആം ആദ്മി പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയിൽപ്പെട്ട നിരവധി പേർ ഇന്ന് ഡൽഹിയിൽ എത്തിച്ചേരുന്നതായിരിക്കും. ഇടത് പാർട്ടികൾ പങ്കെടുക്കുമെന്ന് നേരത്തെ വിഷ്ണു പറഞ്ഞിരുന്നു. അത് പോലെ തന്നെ ഇടത് പാർട്ടികളുടെ വിദ്യാർത്ഥി സംഘടനകളും ഇതിൽ പങ്കെടുക്കാനാണ് സാധ്യത. പക്ഷേ യൂത്ത് കോൺഗ്രസ് ഇന്ന് CJPയുമായി ഡൽഹിയിൽ വേദി പങ്കിടില്ല.